നിങ്ങൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരായ ആ സഹാബികൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയാണ് ബഹുമാനിച്ചത്, എത്രയാണ് ആദരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ്, ആ കണ്ണ് ചൂഴ്ന്ന് അതേ യുദ്ധത്തിൽ അത് പുറത്തേക്ക് ഒലിച്ചിറങ്ങിപ്പോയപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു, ഈ കണ്ണ് തലസ്ഥാനത്ത് വെച്ച് എന്റെ കണ്ണ് ശരിപ്പെടുത്തി തരാൻ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല മഅ്ജിദത്ത് കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. അസാധാരണമായ മാർഗത്തിലൂടെ എന്റെ കണ്ണ് ശരിപ്പെടുമെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നു. അങ്ങനെ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണ് ശരിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ മുഅ്ജിസത്ത് മുഖേന അസാധാരണ മാർഗത്തിലൂടെ കണ്ണ് ശരിപ്പെടുത്തി കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അങ്ങനെ എത്ര സംഭവങ്ങളാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത മറ്റൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. പരിഹാരത്തിന് പടച്ചവനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന അന്ധവിശ്വാസം ഒരു സഹാബിക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുണ്ട് ചിലര്, സഹായം ചോദിക്കൽ പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നവര്. അവരോട് പറയട്ടെ, അവര് ഖുർആൻ ഒന്ന് മറിച്ചു നോക്കിയാൽ അവരുടെ ആ അന്ധവിശ്വാസം തിരുത്തേണ്ടി വരും. ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ സഹായം നൽകണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? സഹായം ചോദിക്കാൻ പാടില്ലെന്നല്ലല്ലോ പറഞ്ഞത്. ഇതേപോലെ അല്ലാഹു തന്നെ കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ, അല്ലാഹുവിനെ സഹായിക്കുന്നവരാകണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അല്ലാഹു തന്നെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അല്ലാഹു തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടാൽ സഹായം നൽകണമെന്ന് പറഞ്ഞില്ലേ? അതേ സമയത്ത് എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്നാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് സർവ്വ സഹായങ്ങളും. പക്ഷേ അതവന്റെ സൃഷ്ടികൾ മുഖേന അല്ലാഹു തആല നൽകുകയാണ്.